Yes, sir. ഓക്കെ, ഞാനത് ചെയ്ത് കാണിക്കാം, നോക്കിക്കോളൂ. ദ ബോബ് ഓഫ് ദ ബോബ് ഓഫ് എ സിമ്പിൾ പെൻഡുലം, സിമ്പിൾ പെൻഡുലം simple pendulum is imparted a velocity of 5 meter per second when it is at mean position toward maximum vertical height vertical height will it rise on reaching at its extreme position if 60% of its energy 60% of its energy is lost in overcoming the friction of air. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇവിടെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? നമുക്കറിയാം നമ്മുടെ സിമ്പിൾ പെൻഡുലത്തിൻ്റെ കൺസെപ്റ്റ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? എന്താ? ഇത് അതിൻ്റെ ഒരു ഹാങ്ഡ് സ്ട്രിങ് ആണ്, അതിൻ്റെ അറ്റത്തൊരു മെറ്റൽ ബോബ് നമ്മൾ വെച്ചു. ഈ പൊസിഷനാണ് അതിൻ്റെ മീൻ പൊസിഷൻ. അത് ഞാൻ പറയാൻ വിട്ടുപോയായിരുന്നു നേരത്തെ. ഈ പൊസിഷനാണ് അതിൻ്റെ മീൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ പൊസിഷനും അതെന്ത് പൊസിഷനാണ്? അതിൻ്റെ എക്സ്ട്രീം പൊസിഷനാണ്. എക്സ്ട്രീം മാക്സിമം അത്രേ പോകത്തുള്ളൂ അല്ലേ? അതിനെയാണ് എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത്. ഇതും എക്സ്ട്രീമാണ്, ഇതും എക്സ്ട്രീമാണ്. എക്സ്ട്രീം പൊസിഷനാണ്. ഓക്കെ ആണല്ലോ? ഇവർ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഈ മീൻ പൊസിഷനിൽ ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 5 meter per second എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനിയും അവരെന്താ പറയുന്നത്? ടുവാർഡ് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കണം ഓൺ റീച്ചിങ് അറ്റ് എക്സ്ട്രീം പൊസിഷൻ 16. അതായത് ഇവിടെ നിന്ന് ഇവിടം വരെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നാണ് പറഞ്ഞത്? 60% എനർജി എന്തായിട്ട് പോകുന്നു? ലോസ് ആയി പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പോയിന്റിൽ എത്രയേ ഉള്ളൂ? ഇവിടെ ഇപ്പോൾ ഒരു 100 ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ എത്രയേ ഉള്ളൂ? 60% ലോസ് ചെയ്താൽ പിന്നെ ഇവിടുത്തെ എനർജി എന്തായിരിക്കും? ഇവിടുത്തെ എനർജി 40% ആയിരിക്കും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സിമ്പിളി ഇങ്ങനെ എഴുതത്തില്ലയോ? ശ്രദ്ധിച്ചോണം. ഇങ്ങനെ അതായത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എനർജിയാണ് ഉള്ളത്? ഇവിടെ എന്ത് എനർജിയാണ് ഉള്ളത്? ഈ മീൻ പൊസിഷനിൽ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഇല്ല അല്ലേ? എന്നാൽ ഇവിടെ വരുമ്പോഴോ? ഇവിടെ കൈനറ്റിക് എനർജി ഇല്ല, പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. അതായത് ഇവിടത്തെ കൈനറ്റിക് എനർജി ഇവിടെ വരുമ്പോൾ എന്തായിട്ട് മാറുന്നു? പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടത്തെ കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു ഇവിടത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ലയോ? ശരിയല്ലേ? അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഇവിടെ വരുമ്പോൾ എത്ര ആവുമെന്നാണ് പറഞ്ഞത്? 40% ആവും. അതായത് 60% കുറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം. അതായത് നമുക്ക് സിമ്പിളി ഇങ്ങനെ എഴുതാം: കൈനറ്റിക് എനർജി അറ്റ് മീൻ പൊസിഷൻ ഈസ് കൺവേർട്ടഡ് ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് എന്താ? എക്സ്ട്രീം പൊസിഷൻ. ശരിയല്ലേ? എക്സ്ട്രീം പൊസിഷൻ ആണോ? ആണ്. ശരിക്കും ഇവിടെ നിന്ന് ഇവിടെ പോകുമ്പോൾ എത്ര ശതമാനം കുറഞ്ഞതാണ്? ഇവിടെ ഒരു പർട്ടിക്കുലർ കൈനറ്റിക് എനർജി ഉണ്ട്. ഈ മീൻ പൊസിഷനിലെ കൈനറ്റിക് എനർജി നമുക്ക് കെ ആയിട്ട് എടുക്കാം. കെ ജസ്റ്റ് എന്താ? അതായത് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതായത് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി അറ്റ് മീൻ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മീൻ പൊസിഷൻ ഈസികൾ നമുക്ക് സിംപ്ലി ½ mv² എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അത് എത്ര വരും? ½ ഇൻറ്റു മാസ് എത്രയാ തന്നിട്ടുണ്ടോ? ഇല്ല. m ഇൻറ്റു വി എത്രയാ തന്നിട്ടുണ്ട്? 5 ആണല്ലോ. ഇതാണ് ശരിക്കും കൈനറ്റിക് എനർജി ആയിട്ട് മീൻ പൊസിഷൻ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇത് എന്തായിട്ട് മാറും? കൈനറ്റിക് എനർജി എന്താണ്? ഇവിടെ വരുമ്പോൾ എന്തായിട്ട് മാറും? പൊട്ടൻഷ്യൽ എനർജി. പക്ഷേ പ്രശ്നം എന്താണെന്നറിയോ? ഇത്രയും എനർജി ഇവിടെ വരത്തില്ല. എത്രയേ വരത്തുള്ളൂ? 60% ലോസ് ആവും, 40% വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടത്തെ നിന്ന് തന്നെ 40% ഓഫ് എന്താണ് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. Therefore 40% ആസ് 60% ആസ് കൺസെപ്റ്റ് ആണ് എഴുതുന്നത്. പരീക്ഷയ്ക്ക് ഇത്ര എഴുതണ്ട. ആസ് 60% ഓഫ് കൈനറ്റിക് എനർജി ഈസ് ലോസ്റ്റ്
വെൻ ഇറ്റ് റീച്ചസ് എന്താ ഇറ്റ് റീച്ചസ് എവിടെ റീച്ച് ചെയ്യുമ്പോഴാണ് റീച്ചസ് എക്സ്ട്രീം പൊസിഷൻ ആണല്ലോ, ആണോ? എക്സ്ട്രീം പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? therefore 40% ഓഫ് കൈനറ്റിക് എനർജി അവിടെ ഉള്ളൂ. അപ്പോൾ 14% ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈസിക്കൽ എത്രയായിരിക്കും? 40/100 ഇൻറ്റു എത്രയാ? ഹാഫ് ഇൻറ്റു എം ഇൻറ്റു 25 ആണല്ലോ. ഇത് രണ്ടും കട്ട് ചെയ്യുന്നു 4 വരുന്നു, ഇത് രണ്ടും കട്ട് ചെയ്യുന്നു 10 വരുന്നു, ഇത് രണ്ടും കട്ട് ചെയ്യുന്നു 5 വരുന്നു. അങ്ങനെയാണെങ്കിൽ 40% ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എത്ര? 14% ഓഫ് കൈനറ്റിക് എനർജി ഈസിക്കൽ എന്താ? 5 ഇൻറ്റു മാസ് എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇതെന്ത് ഇപ്പം ഇത് എവിടത്തെ എനർജിയാ? ഇത് എവിടത്തെ എനർജിയാ? ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ഉള്ള എനർജിയാ. അതായത് ഇവിടെ ഇപ്പം ഇതിൻ്റെ അവിടുത്തെ കൈനറ്റിക് എനർജിയുടെ 40% ഉള്ളൂ എവിടെ? ആ എക്സ്ട്രീം പൊസിഷനിൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 14% ഓഫ് കൈനറ്റിക് എനർജി വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി അറ്റ് എക്സ്ട്രീം പൊസിഷൻ. ആണോ? എക്സ്ട്രീം പൊസിഷൻ ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 5 ഇൻറ്റു മാസ് ഈസ് ഈക്വൽ ടു എന്താ എഴുതാം? പൊട്ടൻഷ്യൽ എനർജി എത്ര? mgh. എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അപ്പം 5 ഇൻറ്റു ഈ മാസും എന്ത് ചെയ്തു? വെട്ടിപ്പോയി, ശരിയല്ലേ? ആണോ? ഈ മാസും പോയി. അപ്പോൾ 5 ഈസിക്കൽ എന്നു വരുന്നു? ഗ്രാവിറ്റി 10 ആയിട്ട് എടുക്കാം. 10 ഇൻറ്റു എത്രയാ? ഹൈറ്റ്. ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ 5/10 ഈസിക്കൽ എത്ര വരും? ഹൈറ്റ്. 5/10 എന്ന് പറയുമ്പോൾ 1/2 എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഈസിക്കൽ ടു 0.5 മീറ്റർ. അതായത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് കണ്ടോ? അതായത് നോക്കിയോ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് ഈ ഹൈറ്റ് എന്ന് പറയുന്നത് 0.5 മീറ്റർ ആയിട്ട്. കാരണം ഈ വെലോസിറ്റിയും കൊണ്ട് അവർക്ക് 0.5 മീറ്റർ വരെ പോകാൻ പറ്റത്തുള്ളൂ. വെലോസിറ്റി കൂടിയായിരുന്നാൽ കുറച്ചുകൂടെ ഹൈറ്റ് പോകാൻ. മനസ്സിലായോ? ഐഡിയ മനസ്സിലായോ? മിഷേലിന് മനസ്സിലായോ? സന മനസ്സിലായോ? ഇങ്ങനെയാണോ ചിന്തിച്ചു വെച്ചത് അതോ വേറെ രീതിയിലാണോ? ഈ രീതിയിൽ തന്നെ ചിന്തിക്കണം കേട്ടോ. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള വേ കേട്ടോ. ഇത് കൺസെപ്റ്റ് ആണ്. ഇത് എല്ലാം എഴുതിയെടുക്കുന്നെങ്കിൽ എല്ലാം എഴുതിയെടുത്തോണം. കാരണം ഇത് പരീക്ഷയ്ക്ക് എഴുതിയെടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണ്ട, ഇത്രയും ഡീറ്റെയിൽ വേണ്ട. മനസ്സിലായോ? പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് ഫുൾ എഴുതിയെടുത്താലേ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഇത് ചെറുതാക്കിയത് എൻ്റെ കാണിക്കുന്നു. വിത്ത് പടം വരച്ച് വെക്കണം. വിത്ത് പടം റഫായിട്ട് വരച്ചോണം.